ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് സാമൂഹ്യ മാധ്യമങ്ങളാണ്. സാമൂഹ്യ മാധ്യമങ്ങളിൽ ആര് കൂടുതൽ പെർഫോം ചെയ്യുന്നോ അവർക്കായിരിക്കും വിജയം എന്നുകൂടി പറഞ്ഞു വെക്കേണ്ടിയിരിക്കുന്നു. പഴയ കാലത്തുണ്ടായിരുന്ന കോൺഗ്രസ് നേതാക്കന്മാരെ കുറിച്ചുള്ള അറിവ് വളരെ കുറവായിരുന്നു. അവരെല്ലാം ഒരു വിശുദ്ധ പരിവേഷത്തിലാണ് ഇവിടെ നിന്നുകൊണ്ടിരുന്നത്. എന്തിനേറെ പറയുന്നത് 2011 മുതൽ 2016 വരെയുള്ള UDF ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ വിമർശകനായിരുന്നു VD സതീശൻ എന്നുള്ള കാര്യം പോലും പലർക്കും അറിയത്തില്ലായിരുന്നു. ഈ കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവായിട്ടുള്ള രമേശ് ചെന്നിത്തല പോലും കിഫ്ബിയെ അംഗീകരിച്ചു. കിഫ്ബി ഒരു ആവശ്യമാണെന്ന് പറഞ്ഞു. കിഫ്ബി ഇതേ രീതിയിലായിരിക്കില്ല, മറ്റേതോ രീതിയിലായിരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു. നിലവിലത്തെ ഒരു സാഹചര്യത്തിൽ UDF സംബന്ധിച്ചിട്ട് 29 എന്ന മാജിക്കൽ ഫിഗർ അത് അവരെ സംബന്ധിച്ച് ദുഷ്കരമാണ് എന്നുള്ളതാണ് സുനിൽ കനകുല പോലും പറയുന്നത്. ഇടതുപക്ഷത്തിനെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് പല സാധനങ്ങൾക്കും വില കയറ്റി, പല സർക്കാർ സേവനങ്ങൾക്ക് വില ഉയർത്തിയെന്ന്. സർക്കാർ സേവനങ്ങൾക്ക് വില ഉയർത്തിയിട്ടുണ്ടെങ്കിൽ ഈ UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അത് കുറയ്ക്കുമോ? ഒരു വാഗ്ദാനമായിട്ട് വരട്ടെ. ഇപ്പം ക്ഷേമ പെൻഷൻ തന്നെ വർദ്ധിപ്പിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് UDF തന്നെ ശക്തമായിട്ട് എതിർക്കുകയാണ് ചെയ്തത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പല യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരും ആ സമയത്ത് രംഗത്ത് വന്നു. നമസ്കാരം. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് UDF സർക്കാരിനെതിരെ ആരോപണങ്ങളാണ് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. LDF ആകട്ടെ വികസനങ്ങളെക്കുറിച്ചാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതും. അപ്പോൾ വികസനങ്ങളും ആരോപണങ്ങളും തമ്മിലുള്ള ഒരു കാഴ്ചപ്പാടിൽ നമുക്ക് ആർക്കാണ് മുൻതൂക്കം നൽകാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്? ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് സാമൂഹ്യ മാധ്യമങ്ങളാണ്. സാമൂഹ്യ മാധ്യമങ്ങളിൽ ആര് കൂടുതൽ പെർഫോം ചെയ്യുന്നോ അവർക്കായിരിക്കും വിജയം എന്നുകൂടി പറഞ്ഞു വെക്കേണ്ടിയിരിക്കുന്നു. ഇപ്പം നമ്മൾ നോക്കുക, ഓരോ ദിവസവും ഇപ്പം LDF വികസന മുന്നേറ്റ ജാഥ പോകുന്നു, അതോടൊപ്പം തന്നെ പുതുയുഗ യാത്ര വരുന്നു. പുതുയുഗ യാത്രയിൽ ഒരുപാട് കാര്യങ്ങൾ VD സതീശൻ പറയുന്നുണ്ട്. വികസന മുന്നേറ്റ ജാഥ അവസാനിച്ചിരിക്കുന്നു. ഇപ്പോൾ അതിനുശേഷം ഇപ്പോൾ പ്രാദേശികമായിട്ടുള്ള വികസന സന്ദേശ യാത്രകളും ഒക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ നിലവിലെ MLA മാർ തങ്ങളുടെ മണ്ഡലങ്ങളിലുള്ള ആളുകളുമൊക്കെ ആയിട്ട് ജനസമ്പർക്ക പരിപാടികളിലൊക്കെയാണ് ഇപ്പോൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ UDF കടക്ക് പുറത്ത് എന്ന ഒരു ക്യാമ്പയിനുമായി വന്നിരുന്നു. അതിനെ തടയിടാൻ സാധിക്കത്തക്ക രീതിയിൽ ഇരുണ്ട കാലത്തിൻ്റെ ഓർമ്മ എന്ന രീതിയിൽ ഒരു വെബ്സൈറ്റ് തന്നെ LDF തുറന്നിരിക്കുന്നു. അപ്പോൾ ഇപ്പോഴുള്ള പുതിയ തലമുറയെ സംബന്ധിച്ചിട്ട് പഴയ കാലത്തുണ്ടായിരുന്ന കോൺഗ്രസ് നേതാക്കന്മാരെ കുറിച്ചുള്ള അറിവ് വളരെ കുറവായിരുന്നു. അവരെല്ലാം ഒരു വിശുദ്ധ പരിവേഷത്തിലാണ് ഇവിടെ നിന്നുകൊണ്ടിരുന്നത്. എന്തിനേറെ പറയുന്നത് 2011 മുതൽ 2016 വരെയുള്ള UDF ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ വിമർശകനായിരുന്നു VD സതീശൻ എന്നുള്ള കാര്യം പോലും അറിയത്തില്ലായിരുന്നു എന്നൊരു വസ്തുത നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ പുതുയുഗ യാത്ര നടക്കുന്ന സമയത്ത് പുതുയുഗ യാത്രയിൽ ഈ സർക്കാരിനെതിരെ ഒരുപാട് ആരോപണങ്ങൾ ഉയർത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷേ ഈ ആരോപണങ്ങളൊന്നും കഴിഞ്ഞ 5 വർഷമായിട്ട് പൊതുസമൂഹത്തിൽ എത്രത്തോളം ചർച്ച ചെയ്യപ്പെട്ടു എന്നുകൂടി പരിശോധിക്കേണ്ടതുണ്ട്. അതുകൂടാതെ ഒരുപാട് പുതിയ ആശയങ്ങൾ VD സതീശൻ ഇതിനകത്ത് അവതരിപ്പിക്കുന്നുണ്ട്. അതിൽ VD സതീശൻ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്, ഞങ്ങൾ അതായത് ഈ നമ്മളുടെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മേഖലയിൽ തൊഴിലധിഷ്ഠിത കോഴ്സുകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകും. പഠിച്ചിറങ്ങുമ്പോൾ തന്നെ നമ്മുടെ പല സിലബസുകളും ഔട്ട്ഡേറ്റഡ് ആയി പോകുന്നുണ്ട്. അതുകൊണ്ടൊരു ഗ്ലോബൽ ജോബ് വാച്ച് ടവർ സ്ഥാപിക്കുന്നു. അപ്പോൾ ഈ ഗ്ലോബൽ വാച്ച് ടവറിനെ കുറിച്ചൊക്കെ ഇദ്ദേഹം പറയുന്ന സമയത്ത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വിരൽത്തുമ്പിലേക്ക് ലോകം ഒതുങ്ങിയിരിക്കുന്നൊരു സമയമാണ്. ലോകത്ത് നടക്കുന്ന ഏത് മാറ്റത്തെക്കുറിച്ചും നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ അതിനുള്ള ഏറ്റവും വലിയൊരു മാർഗ്ഗമാണ് നമ്മളുടെ ഗൂഗിൾ ഡ്രോം എന്ന് പറയുന്നത് തന്നെ. കാരണം അതിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാത്ത കാര്യങ്ങളില്ല, കൃത്യമായിട്ട് നമ്മൾക്ക് ഡാറ്റകൾ കിട്ടും. അപ്പോൾ അതിന് പകരമായിട്ട് ഇപ്പോൾ ഗൂഗിളിന് പകരമായിട്ട് VD സതീശൻ പുതിയ ഗ്ലോബൽ ജോബ് വാച്ച് ടവർ സ്ഥാപിക്കുമോ എന്നുള്ളതിനെ കുറിച്ചാണ് ഇനി പരിശോധിക്കേണ്ടത്. കാരണം അതല്ലെങ്കിൽ പറയുന്നതൊക്കെ ഒരു മണ്ടത്തരം വളരെ പക്വതയോടുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ അത് മണ്ടത്തരമല്ലാതാകുമോ? അദ്ദേഹം ഈ അടുത്ത കാലത്ത് JNU യൂണിവേഴ്സിറ്റിയുടെ കുറച്ച് പ്രോഗ്രാമുകളിലൊക്കെ പങ്കെടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. JNU യൂണിവേഴ്സിറ്റി ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള കോഴ്സുകളൊക്കെ അവരുടെ യൂണിവേഴ്സിറ്റിയിൽ കൊണ്ടുവരുന്നുണ്ട്. ഒരുപക്ഷെ അവിടെ നിന്ന് കിട്ടിയ ഒരു ചെറിയ അറിവ് വെച്ചിട്ടായിരിക്കാം ഇദ്ദേഹം വേണമെങ്കിൽ ഈ ഒരു തള്ളൽ നടത്തിയിട്ടുണ്ടാകും. പക്ഷേ ഇതിൻ്റെ ഒരു വ്യാപ്തി എത്രത്തോളമാണ് എന്ന് അദ്ദേഹത്തിന് തന്നെ മനസ്സിലായിട്ടില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്ലോബൽ ജോബ് വാച്ച് ടവർ അല്ല നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു റിസർച്ചാണ് വേണ്ടത്. അതായത് മാറുന്ന ലോകമാണ്. ലോകം ഓരോ മിനിറ്റിലും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഓരോ മിനിറ്റിലും ലോകം മാറുന്ന സമയത്തേക്ക് അടുത്ത 30 വർഷം കൊണ്ട് നമ്മളുടെ വിദ്യാഭ്യാസ മേഖലയിൽ അല്ലെങ്കിൽ നമ്മളുടെ ജോബ് മാർക്കറ്റിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള മാറ്റങ്ങളെക്കുറിച്ചുള്ള ഒരു വലിയ ഗവേഷണമാണ് വേണ്ടത്. ആ ഗവേഷണത്തിന് വേണ്ടിയിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ടത് ഗ്ലോബൽ ജോബ് വാച്ച് സെൻ്റർ ഒന്നും അല്ല വേണ്ടത്. അതിന് വേണ്ടിയിട്ട് വേണ്ട നല്ലൊരു റിസർച്ച് യൂണിറ്റാണ് വേണ്ടത്.
ഈ റിസർച്ച് യൂണിറ്റാണ്, അല്ലെങ്കിൽ ഈ റിസർച്ച് യൂണിറ്റിനെ തന്നെയാണോ ഇനിയിപ്പോൾ അദ്ദേഹം ഗ്ലോബൽ ജോബ് വാച്ച് സെൻറ്റർ എന്നുദ്ദേശിച്ചത് നമുക്ക് അറിഞ്ഞുകൂടാ. ഏതൊക്കെയായാലും അദ്ദേഹം പറയുന്ന പല കാര്യങ്ങളിലും അവ്യക്തതയുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. അദ്ദേഹം അവതരിപ്പിക്കുന്ന പല പദ്ധതികളിലും അവ്യക്തതയുണ്ട് എന്നുള്ളത് സത്യമാണ്. ഇതുകൂടാണ്ട് അദ്ദേഹം ഒരു പേഴ്സണൽ വ്ളോഗർക്ക് നൽകിയ ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, മറ്റേ സീ ലോജിസ്റ്റിക്സിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ടായിരുന്നു. കാരണം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കടലിൽ കൂടി ലോജിസ്റ്റിക്, അതായത് ഷിപ്പിംഗ് നടത്താം എന്നുള്ളതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ കടലിൽ കൂടെ ഷിപ്പിംഗ് നടത്തുന്ന സമയത്ത് റോഡിലേക്ക് സാധനം വരണമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രായോഗികമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളെ പരാമർശിക്കാതെയാണ് വി ഡി സതീശൻ തൻ്റെ ആശയങ്ങൾ അവതരിപ്പിച്ച് മുൻപോട്ട് പോകുന്നത് ഒരു വശത്ത് നിൽക്കുന്ന സമയത്ത്. അതുകൂടാതെ തന്നെ ജനീഷ് കുമാർ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനാണ്. അപ്പോൾ അദ്ദേഹം സ്ഥാനം ഏറ്റെടുക്കുന്ന സമയത്ത് മാധ്യമപ്രവർത്തകർ ചോദിച്ചിരുന്നു, നിങ്ങൾ ഈ വയനാട് ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്കുള്ള വീട് എന്നാണ് വെച്ച് നൽകാൻ പോകുന്നത്? അപ്പോൾ അന്ന് ജനീഷ് കുമാർ പറഞ്ഞൊരു മറുപടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സർക്കാരിന് വീടെന്ന് വരുന്നോ അന്ന് തന്നെ ഞങ്ങളും വീട് നൽകുമെന്നുള്ളത്. സർക്കാർ ഇതാ വീട് നൽകാൻ വേണ്ടി പോവുകയാണ് ഈ വരുന്ന ദിവസങ്ങളിൽ. അത്രയും കാര്യങ്ങൾ കഴിഞ്ഞപ്പോഴും ജനീഷ് കുമാറിൻ്റെ യൂത്ത് കോൺഗ്രസ് സ്ഥലം ഏറ്റെടുത്തിട്ടുണ്ട്. പക്ഷേ ആ സ്ഥലത്തിന് തൊട്ടടുത്ത് ആന ഇറങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിരിക്കുന്നത്. ആദ്യം നമ്മളിതൊക്കെ കരുതിയിരുന്നത് ഇടതുപക്ഷ സൈബർ പടച്ചുവിടുന്ന കാര്യങ്ങളാണെന്നാണ്. പക്ഷേ റിയലായിട്ട് അവിടെ കഴിഞ്ഞ ദിവസം ആന ഇറങ്ങിയതായിട്ട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതും പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടും എന്ന് തന്നെ വേണം നമ്മൾ കരുതാനായിട്ട്. അതോടൊപ്പം തന്നെ യു ഡി എഫിന് മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ യു ഡി എഫിൻ്റെ കൈവശമുള്ളത് വെറും 42 സീറ്റാണ്. ഈ 42 സീറ്റിൻ്റെ കൂട്ടത്തിൽ 29 സീറ്റ് കൂടി ആഡ് ചെയ്താൽ മാത്രമേ ഇവർക്കൊരു കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ വേണ്ടി സാധിക്കത്തുള്ളൂ. ഈ 29 സീറ്റ് ഇവർ എവിടെ നിന്ന് കൊണ്ടുവരും എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു ചോദ്യം. അതിനുതകുന്ന തരത്തിലുള്ള എന്തെങ്കിലും രാഷ്ട്രീയ വിഷയങ്ങൾ യു ഡി എഫിന് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് ഉയർത്താൻ സാധിക്കുമോ എന്നുള്ളതും ഒരു പ്രധാന ചോദ്യമായിട്ട് ഇവിടെ അവശേഷിക്കുകയാണ്. ഒരു കാര്യം മനസ്സിലാക്കുക, ഇപ്പോൾ കേരളത്തിലെ ഒരുപാട് ആളുകൾ ഇങ്ങനെ PR വർക്കിലൂടെയൊക്കെ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പദ്ധതികൾ കേരളത്തിൻ്റെ മുഖച്ഛായ മാറ്റും എന്നുള്ളതാണ്. പക്ഷേ ഒരു പൊതുസംവാദം നടന്നു കഴിഞ്ഞാൽ വി ഡി സതീശൻ അവതരിപ്പിച്ചിരിക്കുന്ന ഒരു പദ്ധതികളും അല്ലെങ്കിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടികളും യഥാർത്ഥത്തിൽ പ്രാക്ടിക്കലി നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതല്ല എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ വേണ്ടി സാധിക്കും. ഞാനിപ്പോൾ അതിന് ഒരു ഉദാഹരണമായിട്ട് മാത്രം ഞാൻ പറഞ്ഞതാണ് ഗ്ലോബൽ ജോബ് വാച്ച് സെൻറ്ററിനെ കുറിച്ചൊക്കെ അദ്ദേഹം പറയുന്നത്. ഇതൊക്കെ കേൾക്കുന്ന പല മലയാളികളും അല്ലെങ്കിൽ വിദ്യാസമ്പന്നരായിട്ടുള്ള പല പ്രൊഫസർമാരും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണല്ലോ. അത് വലിയ വലിയ യൂണിവേഴ്സിറ്റി, ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റികളിലൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ തന്നെ വിളിച്ചിട്ട് പരിഹസിക്കുന്നുണ്ട്. അത് ഇദ്ദേഹത്തിന് മനസ്സിലാവാഞ്ഞിട്ടാണ്. അത് മനസ്സിലാവാത്തതിൻ്റെ പ്രശ്നമാണത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിട്ട് അവർ ഒരുപാട് വികസന പദ്ധതികൾ ഇവിടെ നടപ്പിലാക്കിയിട്ടുണ്ട്. അതിനെയൊക്കെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കിഫ്ബി വഴി നടപ്പിലാക്കിയ പദ്ധതികൾ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് കേരളത്തിൻ്റെ വികസനത്തിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് നൽകിയിട്ടുള്ളത് കിഫ്ബി ആണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും. ഈ കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവായിട്ടുള്ള രമേശ് ചെന്നിത്തല പോലും കിഫ്ബി അംഗീകരിച്ചു. കിഫ്ബി ഒരു ആവശ്യമാണെന്ന് പറഞ്ഞു. കിഫ്ബി ഇതേ രീതിയിലായിരിക്കില്ല, മറ്റേതോ രീതിയിലായിരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോഴും കിഫ്ബിക്ക് പുള്ളി അക്സെപ്റ്റൻസ് കൊടുക്കുന്നുണ്ട്. അതുകൂടാണ്ട് തന്നെ പുള്ളി പറഞ്ഞതെന്ന് വെച്ചാൽ കിഫ്ബി സ്ഥാപിച്ചത് ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിലാണ്. അങ്ങനെ എന്തോ ഒരു സ്റ്റേറ്റ്മെൻറ്റും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ പരിശോധിക്കുന്ന സമയത്ത് നിലവിലത്തെ ഒരു സാഹചര്യത്തിൽ യു ഡി എഫിനെ സംബന്ധിച്ച് 29 എന്ന മാജിക്കൽ ഫിഗർ അത് അവരെ സംബന്ധിച്ച് ദുഷ്കരമാണ് എന്നുള്ളതാണ് സുനിൽ കനകലു പോലും പറയുന്നത്. ഷാഫി പറമ്പിലൊക്കെ വിവിധ പ്രസംഗങ്ങളിൽ നിന്ന് പറയുന്നുണ്ട്. അതായത് ബാലുശ്ശേരിയിൽ നിന്ന് MLA ഉണ്ടാകും, മറ്റേ ഇരിക്കൂറിൽ നിന്ന് MLA ഉണ്ടാകും, പറവൂരിൽ നിന്ന് MLA ഉണ്ടാകും എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് ഇരിക്കൂറും പറവൂരും ഒക്കെ ഇപ്പോഴും കോൺഗ്രസിൻ്റെ കയ്യിൽ ഇരിക്കുന്ന സ്ഥലമാണ്. ബാലുശ്ശേരിയിലെ 1-2 പഞ്ചായത്ത് പ്രാദേശികമായ എതിർപ്പുകളെ തുടർന്ന് UDF പിടിച്ചെടുത്തു എന്ന് കരുതിയിട്ട് ബാലുശ്ശേരി മണ്ഡലമൊക്കെ UDFന് സ്വന്തമാകും എന്ന് പ്രതീക്ഷിക്കുന്നത് തന്നെ തെറ്റാണ്. അവിടെ മൊത്തത്തിൽ നിയോജക മണ്ഡലത്തിൻ്റെ വോട്ടിംഗ് പേഴ്സൻറ്റേജ് എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് ബാലുശ്ശേരിയിൽ ലീഡുള്ളത് LDFന് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഘടകങ്ങൾ നിൽക്കുന്ന സമയത്ത് UDF എവിടെ നിന്ന് 29 സീറ്റ് കൊണ്ടുവരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇപ്പോൾ ഈ വി ഡി സതീശൻ നടത്തിക്കൊണ്ടിരിക്കുന്ന പുതുയുഗ യാത്രയുമായി ബന്ധപ്പെട്ട് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പദ്ധതികളും കാര്യങ്ങളും ഒക്കെ ജനങ്ങൾക്ക് മനസ്സിലാവുന്നതല്ല. ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്ന വിഷയങ്ങളല്ല ഇവിടെ സർക്കാർ ഉയർത്തിയിട്ടുള്ള. ഇപ്പോൾ ഇടതുപക്ഷത്തിനെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് പല സാധനങ്ങൾക്കും വില കയറ്റി, പല സർക്കാർ സേവനങ്ങൾക്ക് വില ഉയർത്തിയെന്നത്.
സർക്കാർ സേവനങ്ങൾക്ക് വിലയുയർത്തിയിട്ടുണ്ടെങ്കിൽ ഈ UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അത് കുറയ്ക്കുമോ? ഒരു വാഗ്ദാനമായിട്ട് വരട്ടെ. ഏതെങ്കിലും UDFന്റെ പ്രകടന പത്രികയൊക്കെയായിട്ട് നമുക്ക് കാത്തിരിക്കാം. അതിനകത്ത് ഇവരെന്താണ് പറയാൻ പോകുന്നത് എന്നുള്ളത് നമുക്കറിയാം. പ്രാക്ടിക്കലി എന്തൊക്കെ കാര്യങ്ങൾ ഇവർക്ക് ചെയ്യാൻ പറ്റും, അതോ വലിയ വമ്പൻ ഓഫറുകൾ, സൗജന്യ വൈദ്യുതിയോ സൗജന്യ വെള്ളമോ, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് സൗജന്യമായിട്ടുള്ള ബസ് യാത്രയോ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ക്ഷേമ പെൻഷനിലെ വർധനവോ. ഇപ്പം ക്ഷേമ പെൻഷൻ തന്നെ വർദ്ധിപ്പിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് UDF തന്നെ ശക്തമായിട്ട് എതിർക്കുകയാണ് ചെയ്തത്. കാരണം ഇനി വരുന്ന സർക്കാരിന് അത് വലിയൊരു ഹെഡേക്കായിട്ട് മാറുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ ജനങ്ങളുടെ മനസ്സിലിങ്ങനെ കിടക്കുന്നുണ്ട് എന്ന് വേണം നമ്മൾ പറയാനായിട്ട്. ഏതെങ്കിലും ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത് ആർക്ക് വോട്ട് ചെയ്യണം, UDFന് വോട്ട് ചെയ്യണമോ LDFന് വോട്ട് ചെയ്യണമോ എന്നുള്ളത്. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ പരിശോധിച്ച് നോക്കുന്ന സമയത്ത് ചൂരൽമലയിലുണ്ടായ വലിയൊരു അപകടം, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പല യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരും ആ സമയത്ത് രംഗത്ത് വന്നിരുന്നു. അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് ഇന്ന് ചൂരൽമലയിൽ സർക്കാർ എനിക്ക് 257 വീടുകളാണെന്ന് എനിക്ക് തോന്നുന്നു പൂർത്തിയാക്കി അതിൻ്റെ താക്കോല കൈമാറാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഒരു കാര്യം, ഇന്ന് അവിടെയുള്ള എനിക്ക് തോന്നുന്നു CPIയുടെ മുൻ കൽപ്പറ്റ MLA ശശി ചേട്ടനാണെന്ന് എനിക്ക് തോന്നുന്നു. പുള്ളിക്കാരൻ ഒരു പത്രസമ്മേളനത്തിൽ ചോദിക്കുന്നുണ്ട്, പ്രിയങ്ക ഗാന്ധി എന്ത് തന്നു, എന്ത് സംഭാവനയാണ് തന്നത് ഈ ഒരു ടൗൺഷിപ്പിന് വേണ്ടിയിട്ട്. അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധി മുൻ MP ആയിരുന്നല്ലോ, ഇപ്പോൾ കേന്ദ്ര പ്രതിപക്ഷ നേതാവാണല്ലോ. അദ്ദേഹം എന്ത് സംഭാവനയാണ് ഈ പുനരധിവാസത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ടൗൺഷിപ്പിന് വേണ്ടിയിട്ട് നൽകിയത് എന്ന് ചോദിക്കുന്ന സമയത്തൊക്കെ എന്തുത്തരം കോൺഗ്രസ് പാർട്ടി നൽകും എന്നറിയാനായിട്ട് കേരളത്തിലെ ജനങ്ങൾക്ക് അതിയായ ആഗ്രഹമുണ്ട് എന്നെനിക്ക് തോന്നുന്നു. ഏതെങ്കിലും ഒരു കാര്യം നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും, വികസനവും ആരോപണങ്ങളും ഏറ്റുമുട്ടുമ്പോൾ ആർക്കാണോ വിജയം അവരായിരിക്കും അടുത്ത പ്രാവശ്യം അധികാരത്തിൽ വരിക. ഈ 29 സീറ്റ് എന്ന മാജിക്കൽ സംഖ്യയിലേക്ക് ഓടിക്കയറാനായിട്ട് UDFന് എങ്ങനെ സാധിക്കും എന്നുള്ള കാര്യം കൂടി UDF വിശദീകരിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പോൾ ഈ ഒരു VD സതീശനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷയത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളെക്കുറിച്ചും ചർച്ച ചെയ്യുന്നതിനേക്കാൾ ഉപരി അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ള ഈ ഒരു സംഗതി, ഗ്ലോബൽ ജോബ് വാച്ച് ടവറും അതുപോലുള്ള സംഗതികൾ, യഥാർത്ഥത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഈ പ്രാദേശികമായിട്ടുള്ള, അതായത് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ ഒരുപക്ഷെ അദ്ദേഹത്തിന് ഒരു മാറ്റം കൊണ്ടുവരുന്ന രീതിയിലുള്ള ഒരു സംഗതി പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ അതിനൊരു അടിസ്ഥാനം ഉണ്ടായിരുന്നു. കാരണം പ്രായോഗിക വിദ്യാഭ്യാസത്തിന് കുറച്ചുകൂടി പ്രാധാന്യം നൽകണം എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട്. ഇപ്പോൾ നമ്മുടെ തിയറി ക്ലാസ്സുകൾ മാത്രമാക്കാതെ പ്രാക്ടിക്കൽ ക്ലാസ്സുകൾക്ക് കുറച്ചും കൂടി മുൻഗണന കൊടുക്കുന്ന രീതിയിലുള്ളൊരു വിദ്യാഭ്യാസ മാതൃക അദ്ദേഹത്തിന് അവതരിപ്പിക്കാൻ കഴിഞ്ഞെങ്കിൽ അതൊരു വലിയ കാര്യമാണ്. പിന്നെ രണ്ടാമത് എന്ന് പറയുന്നത്, ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ആരോപണങ്ങളെ തെളിയിക്കാൻ ഒരിക്കലും UDFനെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ 10 വർഷമായിട്ട് UDF കുറേ ആരോപണങ്ങൾ ഉന്നയിച്ചു എന്നതല്ലാതെ ഈ സർക്കാരിനെതിരെ റെലവൻ്റ് ആയിട്ടുള്ള ഒരു അഴിമതികളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കേസുകളോ തെളിയിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. നേരെ മറിച്ച് UDF ഭരിച്ചിരുന്ന കാലത്ത് LDF ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങളിൽ പലതിലും കഴമ്പുണ്ടെന്ന് പിൽക്കാലത്ത് എങ്കിലും ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ആ നിലയിൽ നോക്കുമ്പോൾ ഈ ആരോപണങ്ങൾക്കും വലിയ പ്രസക്തിയൊന്നും ഞാൻ കാണുന്നില്ല. എന്താണെങ്കിലും വളരെ വ്യക്തമാണ് ഈ ഒരു സംഗതിയിൽ ആരോപണങ്ങളെ തെളിയിക്കപ്പെടുന്നത് ആരാണോ അവർക്കായിരിക്കും വിജയം സുനിശ്ചിതമാവുക. അല്ലാതെ ആരോപണങ്ങൾ പറഞ്ഞു പോകുന്നതിനപ്പുറത്തേക്ക് അതിനെ തെളിയിക്കാതിരിക്കുന്ന ഒരു പക്ഷം അത് UDFന് തന്നെ തിരിച്ചടിയാകും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.